തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിയും CPI നേതാവുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. തൃശൂർ രാമനിലയത്തിലാണ് മലപ്പുറം അഡീഷണൽ SP-യുടെ നേതൃത്വത്തിലുള്ള 3-അംഗ അന്വേഷണ സംഘം സുനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയെടുപ്പ് 1 മണിക്കൂറോളം നീണ്ടുനിന്നു. പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് താൻ കണ്ടതും തനിക്ക് അറിയാവുന്നതുമായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതായി സുനിൽകുമാർ പറഞ്ഞു. ഇതിനു പിന്നിൽ നടന്നിട്ടുള്ള BJP, RSS, വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള നേതാക്കളുടെ പങ്കാളിത്തവും ഗൂഢാലോചനയെക്കുറിച്ചും മൊഴി നൽകിയതായും സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട ആ വിഷയത്തിൽ എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും എനിക്ക് പറയാനുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടിയുള്ള അവസരമാണ് ഇന്ന് ഉണ്ടായത്. എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും, അതായത് തൃശൂർ പൂരം അന്ന് രാത്രി ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, വെടിക്കെട്ട് വൈകിയത്, പൂരം അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കേവലം ചടങ്ങുകളാക്കി മാത്രം മാറ്റിയത്, മേളം നിർത്തിവെച്ചത്, അതുപോലെ വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത്, പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത് ഉൾപ്പെടെയുള്ള ആ അനിഷ്ട സംഭവങ്ങൾക്കിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി കൃത്യമായ അറിവുകൾ, എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ തരണമെന്ന് വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടിട്ടും അത് നൽകാൻ കഴിയില്ലെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള BJP, RSS, വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള അതിനകത്തുണ്ടായ നേതാക്കന്മാരുടെ പങ്കാളിത്തം, ആ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവകാശം അനുസരിച്ച് അപേക്ഷ കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞത് അത്തരം ദൃശ്യങ്ങളൊന്നും പരസ്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ആ ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. ആ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടണം. പൂരം അലങ്കോലപ്പെട്ടതിൽ 2 ദിവസങ്ങൾക്കും പങ്കുണ്ടെന്ന് കരുതുന്നില്ല. പക്ഷേ ആരാണ് പൂരവും വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് പുറത്തുവരണം. പൂരം അലങ്കോലപ്പെട്ടാൽ അതിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നവർക്കൊപ്പം നിന്നത് ആരൊക്കെയാണെന്നുമുള്ള തന്റെ സംശയങ്ങളും ആശങ്കകളും അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് FIR ഇട്ട് അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘം തന്നെ സമീപിച്ചാൽ മറുപടി നൽകുമെന്നും സുനിൽകുമാർ പറഞ്ഞു. ഈ പൂരം നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദേവസ്വങ്ങൾ, ആ ദേവസ്വങ്ങളോ ആ ദേശത്തെ ജനങ്ങളോ പൂരം അലങ്കോലപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ പൂരം അലങ്കോലപ്പെട്ടാൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊപ്പം നിന്ന ആരൊക്കെയുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളും സംശയങ്ങളും ചില തെളിവുകളും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ FIRന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ വീണ്ടും എൻ്റെ അടിയിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉന്നയിച്ച സംശയങ്ങൾ അവരാണ് വ്യക്തത വരുത്തേണ്ടത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വ്യക്തത വരുത്താനുണ്ടെങ്കിൽ വീണ്ടും എന്നോട് ചോദിച്ചാൽ ആ കാര്യങ്ങൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കുന്നതാണ്. ഇനി നടക്കാൻ പോകുന്ന പൂരമെങ്കിലും സുഗമമായി നടക്കണം. തൃശൂർ പൂരം രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ളതല്ല. കേന്ദ്ര നിയമം കൊണ്ടും കോടതി വിധി കൊണ്ടും പൂരത്തെ പ്രശ്നത്തിലാക്കിയിരിക്കുകയാണെന്നും അത് പരിഹരിക്കാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന സാഹചര്യമാണുള്ളതെന്നും സുനിൽകുമാർ പറഞ്ഞു. TC വിനോസ്, തൃശൂർ.